ശ്രീ സതീഷ് കൃഷ്ണസൈൽ നമുക്കൊപ്പം എക്കാലവും നിന്ന് ആദ്യം മുതൽ തന്നെ നമ്മുടെ ആവശ്യത്തിനൊപ്പം കോസിന് പോകുന്ന MLA ജിരിയാണ്. Sir, what's the process going on? How far is the progress? See, night we are working now. Yeah. Where the tea stall and his house was there, no? There we are finding some clue, my doubt, as from the day one I have told. Just I am trying to that particular area. Yeah. Now we are getting some stones, some sort of buckets, and some sort of saucer of rice. All we are getting. They may struck here also because 9 o'clock it has happened. This thing was happened. Yeah. The person who was inside the vehicle, he may came for the tea also, breakfast also. Because of that time, some people have told that 7 plates dosa they have ordered, some people. Yeah. For that we are having that doubt and we are trying now here. But I pray always, God, at least we should get alive or whatever. Yeah. We have to get the body first. Yeah. Truck maybe it is there, identification. Yeah. But the person, if it is there, then it is very difficult. Yeah. The buckets are found from there. A piece of banana. From there, and that is buckets, a piece of banana tree. Banana tree, and this is that rice saucer. Yeah. Oh, rice saucer it is. Okay. Yeah. This is the rice saucer. So, rice means they will pour the rice here only with the water, and in this bowl the water will drain. And the rice will be prepared like. Warp. Yes. We are getting, but done or it is pakka. We will try. My doubts are there. I want to clear it. താങ്ക് യു സർ. താങ്ക്സ് ലോട്ട്. അപ്പോൾ കാർവാർ MLA നമ്മളോട് പറയുകയായിരുന്നു, ഇവിടുത്തെ പരിശോധനയുടെ കാര്യം പറയുകയായിരുന്നു. ഇവിടെ ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ ആ ഭാഗമാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ കാണാൻ കഴിയുന്ന, അവിടെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഈ ചോറ് വാരിയിടുന്ന വലിയ വാർപ്പില്ലേ, ആ വാർപ്പില്ലേ റിജിത്ത്, ആ വാർപ്പിന്റെ ഒരു ചളുങ്ങിയ ഭാഗം, ഒരു ബക്കറ്റ്, ഒരു വാഴ, അതിന് മുന്നിലുണ്ടായിരുന്ന വാഴ, ഒരു നീല ടാർപ്പാളിൻ കഷ്ണം, കൃത്യമായും ലക്ഷ്മണന്റെ കട അവിടെ തന്നെയാണ്. ഈ കടയിൽ കുറേ അധികം ആളുകൾ ആ സമയത്ത് ചായ കുടിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ചായ കുടിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആളുകളെ മറ്റോ കണ്ടെത്തിയെങ്കിലും എന്നൊരു ആശങ്ക കാർവാർ MLA പറയുന്നുണ്ട്. സതീഷ് കൃഷ്ണസൈൽ ഏതാണ്ട് ഫുൾ ടൈം ഇവിടെ തന്നെയുണ്ട്, ഇതിനൊക്കെ നേതൃത്വം നൽകുകയാണ്. ശ്രീകാന്ത്, ഈ ദുരന്തഭൂമി ഇപ്പോഴും കണ്ടാൽ പേടി തോന്നുന്ന ദുരന്തഭൂമിയിൽ നമ്മൾ വീണ്ടും. തീർച്ചയായും ഹഷ്മി, നമ്മളിവിടെ വന്നപ്പോഴാണ് ഈ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ദുരന്തഭൂമിയിൽ ഇപ്പോഴും ഈ കാർവാർ MLAയുടെയും മറ്റ് ദൗത്യ സംഘങ്ങളുടെയും നേതൃത്വത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ സാനി എക്സ്കവേറ്ററുകൾ ഇവിടെ രാത്രിയും പകലുമില്ലാതെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇന്ന് രാത്രിയിലും ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ തെർമൽ സ്കാനിംഗ് അടക്കമുള്ള നടപടികൾ നടക്കും. അത് ഈ അർജുനുള്ള ഭാഗം, മൂന്നാമത്തെ സ്പോട്ട്, അവിടം കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കാൻ പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രയധികം മണ്ണ് ഈ വലിയ കുന്നിൻ മുകളിൽ നിന്നും ഇടിഞ്ഞിറങ്ങി ഈ ഗംഗാവാലി പുഴയിലേക്ക് പോയി, നദിയിലേക്ക് പോയി എന്നുള്ള കാര്യം. അത് വാരി കരയിലേക്കിട്ട് ഈ അർജുന്റെ വണ്ടി കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം, ആ മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഇപ്പോൾ ഈ ദൗത്യ സംഘമുള്ളത്. ഇന്ന് രാത്രി ശുഭകരമായ ഒരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മനുഷ്യ സാന്നിധ്യമുണ്ടോ ഈ മൂന്നാമത്തെ സ്പോട്ടിൽ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഡ്രോൺ ആണെന്ന് തോന്നുന്നുണ്ട്. ആ കാണുന്നത് പുഴയിലെ ആ ഡ്രോൺ പരിശോധന വീണ്ടും തുടരുന്നുണ്ട് തോന്നുന്നു. ഒരു വെളിച്ചം, ഒരു വയലറ്റ് വെളിച്ചം ദൂരെയായി കാണുന്നുണ്ട്. അത് ഡ്രോൺ ആണോ അത് വാഹനങ്ങൾ പോകുന്നതാണോ എന്നറിയില്ല. നദിയുടെ ആ കാര്യത്തിൽ എന്തായാലും അതൊരു പക്ഷേ അത് ഡ്രോൺ അല്ല, എന്തോ വാഹനമാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് വിട്ടേക്കും. ഇവിടെ ഈ പുഴക്കരയോട് ചേർന്ന് 500 മീറ്റർ അകലെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ക്യാബിൻ എന്നാണ് നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ആ മേഖലയിലെ തെരച്ചിലൊക്കെ നടക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ ക്യാബിനുള്ളത്. ആ ക്യാബിനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്തായാലും ഉണ്ടാവുക. അതിനുള്ളിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ വീണ്ടും ബക്കറ്റുകൾ കണ്ടെത്തുന്നത്. അവിടെ ഈ പറഞ്ഞ ലക്ഷ്മണന്റെ കട ഇവിടെ വലിയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ മണ്ണൊന്നൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി മൊത്തം ഈ പണി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ വലിയ റിസ്കി ജോലിയാണെന്ന് ഉറപ്പായും പറയേണ്ടി വരും. ഈ മണ്ണ് അങ്ങനെ ദുർബലപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇത്തരം ഭാരമേറിയ യന്ത്രങ്ങൾ നിൽക്കുന്നതിന് ഇപ്പോൾ അത്ഭുതമാണെന്ന് പറയേണ്ടി വരും. എത്രയും വേഗം ഈ മണ്ണ് നീക്കുക എന്ന ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ ഫുൾ ടൈം ഇവിടെ നിന്നുകൊണ്ട്
ഈ എന്താണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഇവിടെ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രത്തിന്റെ യന്ത്രക്കപ്പൽ അവിടെ ഈ ലക്ഷ്മണന്റെ കടയിരുന്നു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് മണ്ണ് വാരുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു, അരി വാരുന്ന വലിയ വാർപ്പ നമ്മൾ കണ്ടു, വലിയ വാർപ്പ, ബക്കറ്റുകൾ, മഗ്ഗുകൾ, ചെറിയ പാത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആശങ്കപ്പെടുന്നത് ഈ ചായക്കടയിൽ അതേസമയം ഒരു 10-12 പേരെങ്കിലും ചായ കുടിക്കാനുണ്ടായിരുന്നു എന്ന് ചില ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. ആ ദൃക്സാക്ഷി മൊഴികൾ ശരിയാണെങ്കിൽ ഇവിടെ നിന്ന് ചിലതൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനിടയുണ്ട് എന്ന് കരുതുന്നു. അത് ആശങ്കയുടെ വസ്തുതയാണ്. ശ്രീകാന്ത്, ഈ ചായക്കടയിൽ ആ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ദൃക്സാക്ഷി മൊഴികൾ ശരിയാണെങ്കിൽ ഈ തെരച്ചിലിൽ ചിലത് നമ്മൾ പ്രതീക്ഷിക്കണം. ശ്രീകാന്ത്, നമ്മളെ പേടിപ്പെടുത്തുന്ന, നമുക്ക് ഒട്ടും സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ആ കടയിൽ ചായ കുടിക്കുന്നതിന് വേണ്ടിയും മറ്റും ഏതാണ്ട് 10-12 പേർ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് കാർവാർ MLA ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കട നടത്തിയിരുന്ന ആളുകൾ ഇവിടെ പെട്ടുപോയിട്ടുണ്ടാകാം എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഓരോന്നായി റിക്കവർ ചെയ്തെടുക്കുന്നു. നമ്മൾ വന്നതിന് ശേഷമാണ് ഈ കാണുന്ന 2 ബക്കറ്റുകൾ അടക്കമുള്ളവ നമുക്ക് കിട്ടിയത്. ഈ വാഹനത്തിന്റെ കാര്യം ഹഷ്മി നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 50 മീറ്ററിന് ഉള്ളിലേക്ക്, ഈ നദിക്കുള്ളിലേക്കാണ് ഈ മൂന്നാമത്തെ സ്പോട്ട്, അർജുന്റെ ട്രക്ക് ഉണ്ട് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്പോട്ട് ഉള്ളത്. മറ്റൊന്ന്, ഈ അവിടെ തന്നെ ഈ മണ്ണിൽ, ചെളിയിൽ ഉറച്ച നിലയിൽ ഏതാണ്ട് 5 മീറ്റർ താഴ്ചയിലാണ് വാഹനമുള്ളത് എന്നുള്ള കാര്യവും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വേണ്ടത് അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന കണ്ടെത്തലാണ്. ഇന്ന് രാത്രി തെർമൽ ഇമേജിംഗ് അടക്കമുള്ള സാങ്കേതിക സഹായത്തോടുകൂടി പരിശോധന നടക്കും. അതിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ശുഭവാർത്തയാണ്, അതുണ്ടാകും എന്ന് കരുതാം. ഹഷ്മി, ഇവിടെ ഈ സാനി എക്സ്കവേറ്റർ അതിന്റെ രക്ഷാദൗത്യം അങ്ങേയറ്റം ഊർജ്ജത്തോടുകൂടി ചെയ്യുന്ന കാഴ്ചകൾ കാണുകയാണ്. അതിന്റെ ആ ഭാഗത്ത് ലക്ഷ്മണന്റെ കടയുടെ അങ്ങേ തലക്കിൽ നിന്നും കൂടുതൽ മണ്ണുകൾ, കൂടുതൽ ആഴത്തിൽ നനഞ്ഞ മണ്ണ്, കുഴഞ്ഞ മണ്ണ് ഇതായിട്ട് ഇങ്ങോട്ടേക്ക് ഇടുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അവിടെ പ്രകടമാണ്. ബക്കറ്റ് പോലെയുള്ള അവിടുത്തെ കടയിലെ സാധനങ്ങൾ പോലെയുള്ള ഓരോരോ സാധനങ്ങൾ വ്യക്തമാണ്. എന്താണ് എന്ന് നോക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ ഉണ്ട്. എന്തോന്ന് ഓർക്കണം, ഇതൊരു ജീവിത സ്വപ്നങ്ങളാണ്. ഒരു ജീവിത സ്വപ്നങ്ങൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിന്റെ ബാക്കി പത്രം, അവശിഷ്ടം, വേദനിപ്പിക്കുന്ന അവശിഷ്ടം പ്രേക്ഷകർ കാണുകയാണ്. ഈ ബക്കറ്റുകളിൽ എത്രത്തോളം ജീവിത സ്വപ്നങ്ങളുടെ ഒക്കെ വെള്ളം കോരിയത് അവിടെ തടിക്കഷങ്ങളൊക്കെ കാണുന്നുണ്ട്. ജീവിത സ്വപ്നങ്ങളുടെ വെള്ളം കോരിയ എത്ര ബക്കറ്റാവണം അത്? ജീവിതം കരിപ്പിടിപ്പിക്കാൻ എത്രമാത്രം ചോറ് വാർത്ത വാർപ്പ് പാത്രമാകണം അത്? ഒരുപാട് സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ കടയായിരുന്നു അത്. ലക്ഷ്മണനും കുടുംബവും ജീവിച്ചിരുന്ന ഒരു ചെറിയ കടയായിരുന്നു. ഇതുവഴി ലോറി ഡ്രൈവർമാർ സ്ഥിരമായി ഭക്ഷണം കഴിച്ച് നല്ല ഭക്ഷണം മാത്രം നൽകുന്ന ഒരു ചെറിയ പാവങ്ങളുടെ ഒരു ചെറിയ കട. ആ ജീവിത സ്വപ്നങ്ങൾക്ക് മേൽ മണ്ണിടിഞ്ഞ് വീണതിന്റെ ആ മേഖല ഇപ്പോൾ സാനി എക്സ്കവേറ്റർ പരിശോധിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇത് ഉറപ്പായും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന, വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ദുരന്ത ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന. ദുരന്ത ഭൂമിയിൽ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന, അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ്. നമ്മുടെ ഫോക്കസ് അർജുന് വേണ്ടി തന്നെയാണ്. അർജുന്റെ ഈ പുഴക്കരയിൽ 50 മീറ്റർ അകലെയാണ് അർജുന്റെ വാഹനം കണ്ടെത്തിയത്. 500 മീറ്റർ അകലെ ഇപ്പോഴും 500 മീറ്റർ അകലെ ഇന്ന് രാത്രിയും തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ തുടരാൻ പോവുകയാണ്. തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ ഇന്ന് രാത്രിയും തുടരാൻ പോവുകയാണ്. അതിനുള്ളിൽ നമുക്ക് ശുഭകരമായ ഒരു വാർത്ത, നമ്മൾ ഹോപ്പിംഗ് ആൻഡ് ഹോപ്പ് എന്ന് പറയില്ലേ, ഇപ്പോൾ പോലും കമന്റ് ബോക്സിൽ നോക്കിയാൽ കാണാം എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട്, കൃഷ്ണ, റബ്ബേ, യേശു എന്ന് കർത്താവ് എല്ലാ ദൈവങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് അർജുനെ ജീവനോടെ കാക്കണേ ദൈവങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമേ നമ്മുടെ കമന്റ് ബോക്സിൽ കാണാനുള്ളൂ. അത് കേരളത്തിലെ ഓരോ വീട്ടകത്തിന്റെയും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണുമോ എന്ന് പറഞ്ഞാൽ ചില മിറക്കിളുകളൊക്കെ സംഭവിച്ച ചരിത്രമൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നതല്ല. നമുക്കിപ്പോഴും 10ാം നാൾ വെള്ളത്തിനടിയിലുള്ള ഒരു ക്യാബിലുള്ള ഒരു മനുഷ്യജീവനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ പ്രതീക്ഷകൾ പറയുമ്പോഴും എത്രത്തോളം സാധ്യമാണ്, മനുഷ്യജീവന്റെ ഒരംശം, ഒരു പ്രാണന്റെ ഒരു അംശമെങ്കിലും എത്രത്തോളം സാധ്യമാണെന്ന കാര്യം നമുക്കറിയില്ല. ഇന്ന് രാത്രിയോടുകൂടി ആ പ്രാണന്റെ അംശമുണ്ടെങ്കിൽ, ആ പ്രാണശരീരത്തിൽ നിന്നും അല്പമെങ്കിലും ചൂട് പുറത്തേക്ക് അത് വിടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നടക്കുന്ന ഈ ഡ്രോൺ പരിശോധന, അതിന്റെ തെർമൽ സ്കാനിങ്ങിൽ അത് കണ്ടെത്തും. അങ്ങനെയെങ്കിൽ അത് വലിയ വാർത്തയാകും. അത് ശുഭകരമായ വാർത്തയാകും. ഇനി വരുന്ന വാർത്ത ശുഭകരമല്ലെങ്കിൽ കൂടിയും ഒരു കണ്ടെത്തൽ, അതിനിർണായകമായ ഒരു കണ്ടെത്തൽ ഒരു പക്ഷേ ഇന്ന് രാത്രി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെയാണ് നാവികസേന ഡൈവർമാരുടെ അങ്ങോട്ടേക്ക് ചാടുന്നത്. നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ കാണും, ഇപ്പോൾ ഇരുട്ടായത് കാരണം ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുന്നില്ല. അതിമാരകമായ കുത്തിയൊഴുക്കാണ്. ആ ഗംഗാവലി നദിക്കരയിൽ ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുന്നു. അണ്ടർ കറന്റ് ഭയങ്കരമാണ്. 6 മുതൽ 8 നോട്ടിക്കൽ മേൽ എന്നൊക്കെ പറയുന്ന അതിഭീകരമായ കുത്തിയൊഴുക്കാണ്.
റിട്ടയർഡ് മേജർ ജനറൽ പറഞ്ഞത് പ്രകാരം അങ്ങോട്ടേക്ക് ഒരു നാവികസേനാംഗം ഇറങ്ങുന്നത് സൂയിസൈഡൽ ആത്മഹത്യാപരം എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഇതൊരു ജീവിത സ്വപ്നങ്ങൾക്ക് മേൽ വീണ കരിനിഴലാണ്. ജീവിത സ്വപ്നങ്ങൾക്ക് മേൽ എന്താണ് ഒരു രാത്രി ഒരു പകൽ 8:45 9 മണിക്കിടയിൽ പൊടുന്നനെ പൊട്ടിവീണ മൺമലകളാണ്. ആ മൺമലകൾക്കിടയിൽ പെട്ട് ചതഞ്ഞെറിഞ്ഞു പോയ ജീവനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ വേദനിക്കും. 2 ബക്കറ്റുകൾ കാണുന്നു. ലക്ഷ്മണന്റെ കടയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു വാഴ, ആ വാഴയുടെ ഭാഗങ്ങൾ കാണുന്നു, പാത്രങ്ങൾ കാണുന്നു, ടാർപ്പ, അതിന് മുന്നിൽ വലിച്ചു കെട്ടിയ ടാർപ്പ കാണുന്നു, അവിടെ കസേരകൾ കാണുന്നു. കൃത്യമായും ലക്ഷ്മണന്റെ കടയിരുന്ന മേഖല മാത്രം നമ്മൾ തിരയുകയാണ്. നമ്മൾ വരുമ്പോൾ അവിടെ നിന്ന് കൃത്യമായ സാധനങ്ങൾ കണ്ടെത്തുകയാണ്. ശ്രീകാന്ത്, ഇത് ഒരേ സമയം വേദനയും നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ശ്രീകാന്ത്, നമ്മൾ റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ പോലും. തീർച്ചയായും ഹാഷ്മി, ഞാൻ ഇന്നലെയാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ സ്ഥലത്ത് ഈ ദുരന്ത മേഖലയിലേക്ക് ഇതുവരെയും എത്തിയിരുന്നില്ല. പക്ഷേ ഈ ദുരന്ത മേഖലയിൽ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയഭേദകം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം ഈ കടയ്ക്കുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഏതാണ്ട് 10-12 പേരുണ്ടെന്ന് പറയുന്നു. 10-12 മനുഷ്യജീവനുകളുണ്ട്. ഒപ്പം നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട അർജുനെയും വീണ്ടെടുക്കാനുണ്ട്. ഈ മലയടിവാരത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോൾ അല്പം വെട്ടമുണ്ടായിരുന്നു, നമുക്ക് കാണിക്കാൻ സാധിക്കുമായിരുന്നു ദൃശ്യങ്ങൾ ഹാഷ്മി. പക്ഷേ ഇപ്പോൾ ഈ മലയടിവാരത്തിൽ നിൽക്കുമ്പോൾ ചങ്കിടിപ്പോടെ അല്ലാതെ ഹാഷ്മി നിൽക്കാൻ സാധിക്കില്ല. എപ്പോഴാണ് ഇതെല്ലാം കൂടി ഒറ്റപ്പൊട്ടിന് താഴേക്ക് വരുന്നതെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും സാധിക്കില്ല. അപ്പോഴൊന്ന് ഓർത്തു നോക്കൂ ഹാഷ്മി, ഈ ലോറി ഇവിടെ ഒതുക്കിയ ശേഷം ഒരിറ്റ് ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഈ കടയിലേക്ക് പോയ അർജുൻ, അവിടെ അതേ സമയം തന്നെ ഭക്ഷണം കഴിക്കാനിരുന്ന മറ്റനേകം ആളുകൾ, ഏതാണ്ട് ഒരു 10-12 പേർ, അവർക്ക് മുകളിലേക്ക് വലിയൊരു മലയിടിഞ്ഞ് ഇറങ്ങി വരുന്നു. അവരെ അടക്കം പൂർണ്ണമായും എടുത്തുകൊണ്ട് ഈ ഗംഗാവാലി നദിയിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഏതാണ്ട് 500 മീറ്റർ താഴേക്ക് ഈ തടികളെല്ലാം ഈ ട്രക്കിൽ നിന്നും വേർപെട്ട് ഒഴുകിപ്പോകുന്നു. ട്രക്ക് ഏതാണ്ട് ഇവിടെ നിന്നും ഒരു 50 മീറ്റർ മാറി മണ്ണിന് താഴെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ, 5 മീറ്റർ താഴേക്ക് ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ. ഇനി അത് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വലിയ പരിശ്രമമാണ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ പണിയാണ് അത് വീണ്ടെടുക്കുക. പക്ഷെ അതിൽ ഏറ്റവും പരമപ്രധാനം നമ്മുടെ പ്രയോറിറ്റി ഒരു ക്യാബിൻ അവിടെയുണ്ട് ശ്രീകാന്ത്. ആ ക്യാബിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനുണ്ട്. ആ പ്രിയപ്പെട്ട അർജുൻ്റെ അവസ്ഥ എന്താണ് എന്നറിയുന്നത് വലിയ ആകാംക്ഷയാണ്, വലിയ പ്രാർത്ഥനാഭരിതമായ മനസ്സോടുകൂടി. ഒരുപക്ഷെ ലോറി പൊക്കുന്നതോ അതിൻ്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങളോ ഒക്കെ അവിടെ നിൽക്കുന്നതിനപ്പുറം ആ ക്യാബിനുള്ളിലേക്ക് ഈ തെർമൽ സ്കാനർ കടക്കുന്നതും അവിടെ ഒരു മനുഷ്യ ശരീരത്തിന് ചൂട് കണ്ടെത്തുന്നു. ഇന്നിപ്പോൾ ഇന്ദ്രബാലൻ എന്ന് പറയുന്ന റിട്ടയർഡ് മേജർ ജനറൽ അറിയാത്തതല്ല, 10ാം നാളാണ് പരിശോധന അറിയാത്തതല്ല. പക്ഷെ അദ്ദേഹം ഇന്നും പറയുകയാണ് മനുഷ്യ ശരീരത്തിന്റെ താപനിലയെക്കുറിച്ച് ഇന്നും പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷാ നിർഭരത അതിഭയങ്കരമാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഹാഷ്മി. നമ്മൾ ഈ ഉദ്യോഗസ്ഥരോട് മുഴുവൻ സംസാരിക്കുമ്പോൾ, ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടനേകം രക്ഷാപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഈ 10ാം നാളിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അർജുൻ ജീവനോടെ തിരികെ വരും എന്നുള്ളത്. ഇന്ന് ഈ ക്യാബിനുണ്ട് എന്ന് പറയപ്പെടുന്ന 3ാമത്തെ സ്പോട്ടിൽ രാത്രി തണുത്തുറഞ്ഞ് കിടക്കാൻ പോകുന്ന ഈ ഗംഗാവാലി നദിയിൽ ചൂട് തേടി ഇറങ്ങുമ്പോൾ, മനുഷ്യ ശരീരത്തിന്റെ ചൂട് തേടി ഇറങ്ങുമ്പോൾ അത് കിട്ടും. ആ തെർമൽ ഇമേജിംഗ് സിസ്റ്റത്തിൽ അത് തെളിയും എന്ന് അദ്ദേഹം പ്രതീക്ഷ വയ്ക്കുന്നു. അതാണ് അദ്ദേഹം നമ്മോട് പറയുകയും ചെയ്തത്. നോക്കൂ, അവിടേക്ക് നോക്കൂ. ഈ കാണുന്ന ഈ സാനി എക്സ്കവേറ്ററുകൾ മണ്ണ് കോരി ഇടുന്നതിനും അപ്പുറം 3 സ്പോട്ടുകളാണ് ഉള്ളത്. നമുക്ക് ഈ ഇരുട്ട് വീണ പശ്ചാത്തലത്തിൽ അത് കാണിക്കാൻ സാധിക്കാത്തതാണ്. ആ 3 സ്പോട്ടുകളിൽ ഒന്നിൽ ഇപ്പോഴും നമ്മുടെ അർജുനുണ്ട്. മലയാളികൾ കേരളക്കരയൊന്നാകെ കാത്തിരുന്ന അർജുന്റെ ട്രക്ക് ആ ഭാഗത്താണ് എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നത്. ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു അർജുൻ തിരികെ എത്തും എന്നുള്ളത്, അവിടെ നിന്നും അർജുനെ വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളത്. ഈ ദുരന്തമുഖത്ത് നമുക്ക് വലിയ പ്രത്യാശ ഇപ്പോഴും നമ്മൾ കൈവിടുന്നില്ല. ആ പ്രത്യാശയാണ് ഇപ്പോഴും ഈ രാത്രിയിലും ഈ സാനി എക്സ്കവേറ്ററുകൾ കൊണ്ട് ഈ കർണാടക സർക്കാരും കർണാടക ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരെ, ശ്രീകാന്ത് അടക്കം ഞാനടക്കം സംസാരിക്കുന്ന ഹൃദയത്തിന്റെ ഭാഷയിലാണെന്ന് അറിയാം. ഹൃദയത്തിന്റെ ഭാഷയിൽ ചിന്തിക്കുമ്പോഴാണ് 10ാം നാൾ കിടക്കുന്ന വെള്ളത്തിന് അടിയിൽ കിടക്കുന്ന ഒരു വണ്ടിക്കുള്ളിൽ ഒരു മനുഷ്യൻ ജീവനോടെ ഉണ്ട് എന്ന നമ്മുടെ ആഗ്രഹം. അത് ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹമാണ്. എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയില്ല, എങ്കിലും നമ്മുടെ ഹൃദയത്തിന് ആഗ്രഹിക്കാം. പ്രാർത്ഥിക്കുന്നവർക്ക് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അർജുൻ ജീവനോടവ എന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കാം. പക്ഷേ അത് എത്രത്തോളമൊക്കെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമൊക്കെ കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. സത്യമായി നമുക്കറിയില്ല. കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആകാശമുട്ട നിൽക്കുന്ന ആ ശിരൂർ മലനിരകളിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞിളകി വീണ് 1000കണക്കിന് ടൺ മണ്ണി റോഡിലൂടെ ഒലിച്ചിറങ്ങി ഇവിടെ ഉണ്ടായിരുന്ന ഒരു കടയിലെ ആളെയും നക്കിത്തുടച്ചുകൊണ്ട്, അവിടെ ഉണ്ടായിരുന്ന കുറേയധികം വണ്ടികളും നക്കിത്തുടച്ചുകൊണ്ട് കുത്തിയൊഴുകുന്ന ഗംഗാവാലി പുഴയിലേക്ക് പോയ ആ വല്ലാത്ത നശിച്ച സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ 10 ആകുന്നു. ആ 10 നാളുകൾക്കൊടുവിൽ അങ്ങനെ ആ ക്യാബിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ജീവനോടെ ഉണ്ടാകണേ എന്ന പ്രാർത്ഥന എത്രമാത്രം
പ്രാവർത്തികമാകുന്ന പ്രാർത്ഥനയാണെന്ന് ഉറപ്പായും അറിയില്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും ആത്മാർത്ഥമായി അത് ആഗ്രഹിക്കുന്നുമുണ്ട്. റിട്ടയർഡ് മേജർ ഇന്ദ്രപാലൻ അത് പറയുന്നു. ഇന്ദ്രപാലൻ പറയുന്നു, ഇന്ന് രാത്രിയുടെ പരിശോധന മനുഷ്യന്റെ ശരീരത്തിന്റെ ഊഷ്മാവുതയുള്ള പരിശോധനയാണെന്ന് പറയുമ്പോൾ അത് നൽകുന്ന പ്രതീക്ഷകൾ അങ്ങേയറ്റം വലുതാണ്. അതാ ഇവിടെ ഇപ്പോഴും ആ സാനി എക്സ്കവേറ്റർ ഊർജിതമായി അതിന്റെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ യന്ത്രക്കൈയിൽ നിന്നും മണ്ണ് വാരി ഇട്ടുകൊണ്ടിരിക്കുന്നു. ആ പുഴയോരത്തോട് ചേർന്ന ആ സ്ഥലത്താണ് അതിന്റെ സാനി എക്സ്കവേറ്റർ, മെഗാ സാനി എക്സ്കവേറ്റർ, പിന്നെ ഒരു മിനി സാനി എക്സ്കവേറ്റർ, 2 എക്സ്കവേറ്ററുകൾ അങ്ങനെ ഒന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിന്റെ കൈക്ക് 60 മീറ്ററാണ് ദൂരം. ഈ യന്ത്രക്കൈ കാർവാർ MLA സതീഷ് കൃഷ്ണയിൽ അദ്ദേഹത്തിന്റെ മുൻകൈയിലെടുത്തതാണ്. സതീഷ് കൃഷ്ണയിൽ പറയുന്നുണ്ടായിരുന്നു, ആദ്യം മുതൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഈ ട്രക്ക് പുഴയിലാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു MLA. നേരത്തെയും അദ്ദേഹം പറഞ്ഞു. അതിൽ ചെറിയൊരു കുറ്റപ്പെടുത്തൽ ടോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതിപ്പോൾ സംസാരിക്കാനുള്ള സമയമല്ല. അതിനോട് അദ്ദേഹത്തിന് ജിതിൻ, അർജുന്റെ സഹോദരി ഭർത്താവ്, ഒരു തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ അതിപ്പോൾ ചർച്ചയാക്കേണ്ട സമയമല്ല. നമുക്കിപ്പോൾ നമ്മുടെ പ്രധാനം നമ്മുടെ അർജുനാണ്, അർജുന്റെ വണ്ടിയാണ്, അത് അർജുനെ കണ്ടെത്തലാണ് അതിപ്രധാനം. എന്തായാലും നമ്മൾ വീണ്ടും ദുരന്ത ഭൂമിയിൽ നിൽക്കുകയാണ്. ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ നമുക്കറിയാം, വി ആർ ടേക്കിംഗ് എ റിസ്ക്, നമുക്ക് വളരെ ഭംഗിയായി അറിയാം. കാര്യം ഈ ശിരൂർ കുന്നുകൾ ഇപ്പോഴും ഇങ്ങനെ നനഞ്ഞു കുതിർന്നിങ്ങനെ നിൽപ്പാണ്. ഏത് സമയവും ഈ ശിരൂർ കുന്നുകൾക്ക് എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഡിവൈഡറുകൾ വെച്ച് റോഡിലേക്ക് മണ്ണ് വീഴാനുള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ശിരൂർ കുന്നുകൾ, അപകടകാരികളായ ശിരൂർ കുന്നുകൾ അങ്ങനെ നനഞ്ഞു കുതിർന്ന് നിൽപ്പാണ്. രാത്രിയൊക്കെ പെരുമഴ തുടർന്നാൽ ഈ കർണാടകത്തിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ, ശിരൂരിന്റെ ഈ മേഖലയിൽ ഏത് ഭാഗത്തും ഏത് സമയവും മണ്ണിടിഞ്ഞിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപകടകരമായ സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മളിവിടെ നിൽക്കുന്നതും അപകടകരമാണെന്ന് അപകടകരമായ രീതിയിലാണ് നമുക്ക് കൃത്യമായി അറിയാം. എന്തായാലും ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, MLA മാരടക്കം ഇവിടെ ഉള്ളവരുണ്ട്.